സഞ്ജു അയാളോടൊന്ന് പോയി ചോദിക്കല്ലേ. ഞാൻ ഒറ്റയ്ക്കോ? നീ കൂടെ വാ. കുടുംബത്തിൻ്റെ അകത്തുള്ളവർ ഇതൊക്കെ എങ്ങനെയാ പറയാ എൻ്റെ സഞ്ജു? ചെല്ലേ. അപ്പം ഞാനിപ്പോഴും കുടുംബത്തിനകത്തായിട്ടില്ലല്ലേ? സഞ്ജുവിന് എൻ്റെ കൂടെ US വരണോ അതോ ബിനുവിൻ്റെ കൈകൊണ്ട് മരിക്കണോ? US. എന്നാ ചെല്ലേ ചെല്ലേ. നമുക്ക് ഈ മൂകാംബികയിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാനാ? അതായത് അവിടെ ആകുമ്പോൾ പരിചയമുള്ളവരും ഉണ്ടാവില്ലല്ലോ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ബിനുവിനെ നമ്മൾ പോകുന്ന നോക്കില്ലേ അവിടെ വെച്ച് തീർക്കുന്ന കാര്യം. ആ കൊല്ലണ്ട കേസ്. അത് നമുക്കൊരു കാര്യം ചെയ്യാം. സൂയിസൈഡ് പോയിന്റ് ഇല്ലേ, അവിടെ കൊണ്ടുപോയി തള്ളിടാം. ആ നന്നായിരിക്കും. വേറെ പ്രശ്നമുണ്ട്. എന്ത്? തള്ളണ സമയത്ത് അവൻ കൈമ കയറി പിടിച്ചാ കൂടെ പോണ്ടി വരും. ആര്? നീ എന്നെ. ഞാനെന്തിനു പോണം? പിന്നെ ഞാൻ പോണ? ടെൻഷനാവല്ലേ. പോണ സമയത്ത് ഒതുക്കത്തിൽ എൻ്റെ കാറിൽ കയറ്റിയതാ. ഐഡിയ ഉണ്ട്. അപ്പൊ മൂകാംബിക പോയിട്ട് നേരെ വീട്ടിലേക്ക് അല്ലേ? മൂകാംബിക എന്ന് വെച്ചാ ബിനുവിന്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഐ സി. ആ ഒരു കടാക്ഷം കൊണ്ടാ ഇങ്ങനെയെങ്കിലും ആയത്. ആദ്യം നന്ദി അറിയിക്കേണ്ടത് അവിടെ തന്നെയാണല്ലോ. നിങ്ങളുടെ ഈ എഫേർട്ട് ഉണ്ടല്ലോ, ദൈവം കാണാതിരിക്കും. ദൈവം കാണും. നിങ്ങളുടെ ഈ എഫേർട്ട് ഉണ്ടല്ലോ, ദൈവം കാണാതിരിക്കും. ദൈവം കാണും. അളിയാ പോണ്ടേ? നമുക്ക് സനന്ദനങ്ങളുടെ വണ്ടി കയറാം. പുള്ളിയമ്മ നല്ല സ്മൂത്ത് ഡ്രൈവിംഗ്. അതെ, അതാകുമ്പോൾ വണ്ടി കുലുങ്ങിയിട്ട് തല അനങ്ങണ്ട. നീ കയറിയിട്ടുണ്ടോ? ആ 2 പ്രാവശ്യം. ആ പോയല്ലോ. പോവാ. ഒരാളും കൂടെ വരാനുണ്ട്. എല്ലാവരും വന്നില്ലേ? ഇനി ആരും വരാനാ? ഇവളെന്താ ഇവന്റെ പിന്നാലെ? കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ അവള്? ഞാൻ സനന്ദന്റെ കൂടെ കയറും. അവളെന്തിനാ അതിൽ കയറണേ? അമ്മയ്ക്കതാ കോൺഫിഡൻസിങ് ആയിക്കോട്ടെ, അച്ഛനിങ്ങ് കയറ്. അപ്പൊ ഞാൻ അച്ഛാ, അച്ഛാ, എൻ്റെ ഈ അവസ്ഥയിൽ പഴയ പോലെ അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങും തണലാവാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പഴയതുപോലെ ആവണമെന്നില്ല, ഇപ്പോൾ ഉള്ളതുപോലെ മതി. ജീവൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ. അച്ഛൻ്റെ കൂടെ ഞാനും വന്നോട്ടെ. രാവും പകലില്ലാണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2 ദിവസം വേണം. ഇനി ഞാൻ വിളിക്കുമ്പോൾ എന്റെ സ്വരം ഇതായിരിക്കില്ല. ഇനി യേശുദാസിന്റെ സ്വരത്ത് പറഞ്ഞു കഴിഞ്ഞാലും പണി 2 ദിവസം കൂടെ വേണ്ടി വരും. നേരെ ആക്കട്ടെ. ഞാൻ വിളിക്കാം. ശരി. അച്ഛാ, നമുക്ക് നാളെ രാവിലെ വീട്ടിലേക്ക് പോയാലോ? എങ്ങനെ പോവും? നേർച്ചയില്ലേ? അല്ല, അപ്പം അതെത്ര ദിവസം എടുക്കും? ജീവിത ചുറ്റുപാടിൽ എത്രയും പെട്ടെന്ന് എത്താനല്ലേ ഡോക്ടർക്ക് എന്തറിയാം? ഇവിടുത്തെ ചുറ്റുപാട് ഡോക്ടർക്ക് അറിയൂ. പിന്നെ ഇവ ഇന്ന് ജീവിച്ചിരിക്കുന്നവന്റെ അമ്മയുടെ നേർച്ച കാരണോ? 2 ദിവസം എടുക്കും. വീട്ടിൽ 2 ദിവസം എടുക്കും. പൂജയുണ്ട്. ഇനി എന്താ? ഇതൊരു പരീക്ഷണമാണ്. ഏറ്റു ഏൽക്കില്ലെന്ന് പറയാൻ പറ്റേട്ടാ. എന്തെങ്കിലും ഒന്ന് പറ. ഒരാളെ കൊല്ലാനല്ലേ നമുക്ക് ആവാത്തുള്ളൂ. സ്വയം ആത്മഹത്യയിലേക്ക് തന്നെ വിടാല. ബിനു കാരണം ഈ കുടുംബം കടബാധ്യത കയറി കൂട്ടാത്മഹത്യ ചെയ്യാന്നുള്ള പ്രതീതി അവനാദ്യം ഉണ്ടാക്കണം. വിഷം കഴിക്കുമ്പോൾ ആദ്യം അവനെ കൊണ്ട് കുടിപ്പിക്കണം. നമ്മൾ കുടിക്കാന്ന് അഭിനയിക്കാനേ പാടൂ. മനസ്സിലായ? പിന്നെ പഴയ കണ്ടീഷനിലേക്ക് എത്തുകയാണെന്ന് കരുതുക. എന്നിട്ടൊരു നല്ല മനുഷ്യനായി മാറിയാലോ? എത്ര ശതമാനം? ഞാൻ അവന്റെ അമ്മയാ. അവനെ എനിക്കറിയാം. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. ഓർമ്മയിലെത്തിയ അവൻ പഴയതിലും മോശമാവും. സ്നേഹിക്കാനുള്ള ഒരു അവസരം കൂടി തന്നതായിരുന്നു ദൈവം കോമയിലൂടെ. പക്ഷെ അവൻ ആ പഴയ ബിനു ആയാൽ അതാണ് ഇത്. സഞ്ചാരം എടുക്കും. ബിനുവിനെ സംസാരിച്ച് സമ്മർദ്ദപ്പെടുത്തി കൂട്ടാത്മഹത്യ ചെയ്യാന്ന മുൻപിലെത്തിക്കുന്ന ജോലി കിട്ടിയാ ഏറ്റെടുത്തു. സഞ്ജു തന്നെ ഈ പണി ചെയ്യാൻ നല്ലത്. പക്ഷെ എന്ത് തേങ്ങ സംഭവിച്ചിട്ടാണെങ്കിലും ആ ചെകുത്താനെ നമ്മൾ കീഴടങ്ങരുത്. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. മാറ്റണ്ടാവരുത്. ഓക്കെ? എൻ്റെ കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ഇതെൻ്റെ വിധിയല്ലേ, ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ആലോചിക്കുന്നത്
നിഷിമയെക്കുറിച്ചാ. നിഷമിക്ക് എന്താ പറ്റിയച്ചാ? ഒന്നുമില്ല, ഞാൻ കരുതി ബിനുവിന് എൻ്റെ പാരമ്പര്യമാണെന്ന്. അവനവൻ്റെ അമ്മയുടെ പാരമ്പര്യമാണ്. അതേ സെയിം ജീനാ എൻ്റെ മോക്കും നിൻ്റെ ഭാര്യയ്ക്ക്. നീയും തച്ചു വെച്ചോ.